നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കുറ്റിപ്പുറത്തെ ആൾത്തിരക്കുള്ള ബസ് സ്റ്റാൻഡിലിരുന്ന് ഭക്ഷണം കഴിക്കുന്ന യുവാവ്. എന്തോ പന്തികേട് തോന്നി അടുത്തു ചെന്നവർ ഞെട്ടി. പൂച്ചയുടെ ശരീരാവശിഷ്ടങ്ങളാണ് യുവാവ് പച്ചയ്ക്ക് കഴിച്ചത്. മലപ്പുറം കുറ്റിപ്പുറം ബസ് സ്റ്റാൻഡിൽ ഇന്നലെ വൈകിട്ടാണ് അതിദാരുണവും അവിശ്വസനീയവുമായ സംഭവമുണ്ടായത്. അസം സ്വദേശിയായ യുവാവാണ് പൂച്ചയെ പച്ചയ്ക്ക് തിന്നത്. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് കണ്ടു നിന്നവർ ചോദിച്ചപ്പോൾ വിശന്നിട്ടാണ് പൂച്ചയെ തിന്നതെന്നായിരുന്നു യുവാവിന്റെ മറുപടി. സംഭവത്തെ തുടർന്ന് പോലീസ് എത്തി യുവാവിന് ഭക്ഷണം വാങ്ങി നൽകുകയായിരുന്നു. വിശന്നാൽ ആളുകൾ ഭക്ഷണം വാങ്ങി നൽകുമെന്നിരിക്കെ എന്തിനാണ് യുവാവ് ഇത്തരമൊരു പ്രവൃത്തി ചെയ്തതിന്റെ ഞെട്ടലിലാണ് നാട്ടുകാരും. ബസ് സ്റ്റാൻഡിന് സമീപത്ത് നിന്ന് എന്തോ കഴിക്കുന്നത് കണ്ട് കാര്യം അന്വേഷിച്ചപ്പോഴാണ് പൂച്ചയുടെ ശരീരഭാഗങ്ങളാണ് യുവാവ് കഴിക്കുന്നതെന്ന് നാട്ടുകാർക്ക് മനസ്സിലായത്. തുടർന്ന് കഴിക്കരുതെന്ന് പറഞ്ഞെങ്കിലും തുടരുകയായിരുന്നു. 2 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ടെന്നായിരുന്നു ഇയാളുടെ മറുപടിയെന്ന് നാട്ടുകാർ പറഞ്ഞു. പോലീസ് നൽകിയ ഭക്ഷണം മുഴുവൻ കഴിച്ച ശേഷം ഇയാൾ അവിടെ നിന്നും പോവുകയായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഭാഗത്ത് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതായി നാട്ടുകാർ കണ്ടിരുന്നു. അസം സ്വദേശിയാണെന്ന വിവരം മാത്രമാണ് ലഭിച്ചത്. യുവാവിനെ ആശുപത്രിയിലേക്ക് മാറ്റാൻ ഉൾപ്പെടെ ശ്രമിച്ചിരുന്നെങ്കിലും യുവാവ് അവിടെ നിന്നും സ്ഥലം വിടുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. സ്ഥലത്തു നിന്ന് പോയ യുവാവിനെ കുറിച്ച് മറ്റു വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല. നന്നായി വസ്ത്രം ധരിച്ചിരുന്ന യുവാവ് പൊതിയിൽ നിന്ന് എന്തോ എടുത്ത് കഴിക്കുന്നതാണ് നാട്ടുകാരിൽ പലരും കണ്ടത്. ദുർഗന്ധം വമിച്ചപ്പോൾ വ്യാപാരികൾ അടുത്തു ചെന്ന് നോക്കി. തുടർന്ന് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. സ്ഥലത്തെത്തിയ പോലീസാണ് മാംസാവശിഷ്ടം യുവാവിന്റെ കയ്യിൽ നിന്ന് എടുത്തു കളഞ്ഞത്. പിന്നാലെ ഭക്ഷണം വാങ്ങി നൽകി. പോലീസ് നൽകിയ ഷവർമയും പഴവും ആർത്തിയോടെ കഴിച്ച യുവാവ് ആൾത്തിരക്കിനിടയിൽ നിന്ന് മറയുകയായിരുന്നു. അതേസമയം മറ്റൊരു സംഭവത്തിൽ കഴിഞ്ഞ ദിവസം ചെരിഞ്ഞ തണ്ണീർക്കൊമ്പൻ എന്നറിയപ്പെട്ടിരുന്ന കാട്ടാനയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു. ആനയുടെ ശരീരത്തിൽ പെല്ലറ്റുകൾ ഏറ്റതിന്റെ നിരവധി പാടുകൾ കണ്ടെത്തി. ഇത് എങ്ങനെയാണ് ഉണ്ടായതെന്ന കാര്യത്തിൽ ഇതുവരെ സ്ഥിരീകരണമില്ല. കാട്ടിലേക്ക് പോകാൻ മടിയായിരുന്ന ഈ ആനയുടെ വിഹാര കേന്ദ്രം കർണാടകയിലെ ഹാസനിലെ കാപ്പിത്തോട്ടങ്ങളായിരുന്നു. തോട്ടങ്ങളിൽ കറങ്ങി നടക്കുമ്പോൾ ആനയെ ഓടിക്കാനായി അവിടെയുള്ളവർ എയർ ഗണ്ണോ മറ്റോ ഉപയോഗിച്ച് വെടിവെച്ചപ്പോഴാകും പെല്ലറ്റ് ഏറ്റതെന്നാണ് അനുമാനം. ആന ചെരിഞ്ഞ സംഭവത്തിൽ വനംവകുപ്പിന്റെ വിദഗ്ധ സമിതി 1 മാസത്തിനകം റിപ്പോർട്ട് നൽകും. ഈസ്റ്റേൺ സർക്കിളിലെ പ്രിൻസിപ്പൽ CCFO വിജയാനന്ദാണ് വിദഗ്ധ സമിതിയുടെ തലവൻ. സമിതിയിലെ മറ്റ് അംഗങ്ങൾ ആരൊക്കെയാണെന്ന വിവരം ലഭ്യമായിട്ടില്ല. തണ്ണീർക്കൊമ്പൻ കേരള അതിർത്തി കടന്നപ്പോൾ വിവരം കേരളത്തിലെ വനംവകുപ്പിനെ അറിയിച്ചിരുന്നോ എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തതയില്ല. റേഡിയോ കോളറിൽ നിന്നുള്ള വിവരങ്ങൾ ട്രാക്ക് ചെയ്യണമെങ്കിൽ പാസ്വേഡ് വേണം. ഇത് കേരള വനം വകുപ്പിന് കർണാടക കൈമാറിയിരുന്നോ എന്ന കാര്യത്തിലും വ്യക്തതയില്ല. 5 മണിക്കൂറെടുത്താണ് ആനയുടെ റേഡിയോ കോളർ സിഗ്നൽ വിവരങ്ങൾ ലഭ്യമായത്. ആനയെ ദിവസങ്ങൾക്ക് മുമ്പ് തിരുനെല്ലി ഭാഗത്ത് കണ്ടതായും വിവരമുണ്ട്. അങ്ങനെയാണെങ്കിൽ റേഡിയോ കോളർ സിഗ്നൽ ഇല്ലാതെ തന്നെ വാച്ചർമാർ മുഖേന വനം വകുപ്പ് ആനയെക്കുറിച്ച് അറിയേണ്ടതാണ്. ഇത്തരത്തിൽ നേരത്തെ തന്നെ വിവരം ലഭിച്ചിരുന്നെങ്കിൽ അപ്പോൾ തന്നെ ആനയെ തിരികെ കാട്ടിലേക്ക് അയക്കാൻ കഴിയുമായിരുന്നു. ഇതിൽ വീഴ്ചയുണ്ടായി എന്ന പരാതി പ്രദേശത്തെ ജനങ്ങളും പൊതുപ്രവർത്തകരും ഉന്നയിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.